ഒരു 6 മാസം മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയെങ്കിൽ 25 മുതൽ 30 സീറ്റ് വരെ കൂടുതൽ ജയിക്കുമായിരുന്നുവെന്ന് ശിവസേനയുടെ സ്പോക്സ് പേഴ്സണായ സഞ്ജയ് റോവത്ത്. 6 മാസം മുമ്പ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി, ഈ രണ്ട് വാക്കുകൾ പോലും ഒരുമിച്ച് ചേർക്കാൻ കഴിയുമായിരുന്നില്ല. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി മാത്രം നിറഞ്ഞു നിൽക്കുന്ന സ്പേസ് ആയിരുന്നു. നരേന്ദ്രമോദി വേഴ്സസ് ഹൂ എന്ന് പറഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായി രാഹുൽ ഗാന്ധിയെ ആദ്യമായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പിച്ച് ചെയ്ത് ശിവസേന. നമസ്കാരം. പ്രധാനമന്ത്രി എന്ന വാക്കിന് ഇന്ത്യക്ക് ഒരർത്ഥം മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞ 10 വർഷത്തോളം. ആ 10 വർഷത്തിൽ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി അല്ലാതെ മറ്റാരെയും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. BJP വൃത്തങ്ങളിൽ നിന്നും വലതുപക്ഷ വൃത്തങ്ങളിൽ നിന്നും നരേന്ദ്രമോദി കഴിഞ്ഞാൽ, അതായത് 3 ടേം കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ്, അതിനുശേഷം അണ്ണാമലൈ പോലെ സൗത്തിൽ നിന്ന് ഒരാൾ തുടങ്ങിയ വ്യാപകമായ പ്രചരണങ്ങളും വ്യാപകമായ നറേറ്റീവ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ യോഗ്യനല്ലെന്നും രാഹുൽ ഗാന്ധി കളം ഒഴിയണമെന്നും ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആർക്കും കോൺഗ്രസിനോട് ദേഷ്യമുള്ളതുകൊണ്ടോ രാഹുൽ ഗാന്ധിയോട് ദേഷ്യമുള്ളതുകൊണ്ടോ അല്ല. ഞാൻ അടക്കമുള്ള പല രാഷ്ട്രീയ നിരീക്ഷകരും രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ശരിയാവില്ല എന്നും ചിലർ കുറെ കൂടെ കടന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിന് ഒരു ലയബിലിറ്റിയാണ്, ബാധ്യതയാണ് എന്നൊക്കെ പറയുകയുണ്ടായി. പ്രശാന്ത് കിഷോർ കൈകൂപ്പി പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി മാറണം, എന്നാലേ കോൺഗ്രസ് രക്ഷപ്പെടൂ. അതിൽ നിന്ന് നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയായി രാഹുൽ ഗാന്ധി ഉയർന്നു വന്നത് അത്ഭുതകരമായ മാജിക്കാണ്. അത് ഈ കഴിഞ്ഞ 3 മുതൽ 6 മാസങ്ങളിൽ സംഭവിച്ച വലിയ വ്യത്യാസമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കംബാക്ക് ആണ് എന്ന് ഇത് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ആദ്യമായി കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടായി, ഒരു ഷാഡോ പ്രൈം മിനിസ്റ്റർ ഉണ്ടായി. അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഇന്ന് ഓഗസ്റ്റ് 18 സഞ്ജയ് റോവത്ത് പറഞ്ഞിരിക്കുന്നു, 25 മുതൽ 30 സീറ്റ് വരെ ഇന്ത്യ മുന്നണി കൂടുതൽ നേടുമായിരുന്നു ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ പ്രൈം മിനിസ്റ്റേറിയൽ കാൻഡിഡേറ്റ് ആയി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ. ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു പ്രമുഖ പാർട്ടി, രാഷ്ട്രീയ നിരീക്ഷകരല്ല, അല്ലെങ്കിൽ ന്യൂസ് ചാനലിലെ ആങ്കേഴ്സോ വാർത്ത വായിക്കുന്നവരോ വാർത്തയെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുന്നവരോ അല്ല, ഔദ്യോഗികമായ ഒരു പാർട്ടി, അതും ശിവസേന പോലെ വലതുപക്ഷത്തേക്ക് ലീൻ ചെയ്യുന്ന ശ്രീ താക്കറെ, ബാലാസാഹേബ് താക്കറെയുടെ ലെഗസി ഉള്ള ഒരു പാർട്ടി, ആ പാർട്ടിയിലെ ഒരു വ്യക്തി അതിശക്തമായി, അതായത് അവരുടെ കൂടെ നിൽക്കുന്നതാണ്. ശിവസേനയ്ക്ക് 2 പക്ഷമുണ്ട്. ആ 2 പക്ഷങ്ങളിൽ കൂടുതൽ സ്ട്രോങ് ഉദ്ധവ് പക്ഷമാണെന്ന് നമുക്കറിയാം. ഇതേപോലെ പവാറിന്റെ പക്ഷമുണ്ട്, ശരത് പവാറിന്റെ പക്ഷമാണ് കൂടുതൽ സ്ട്രോങ് എന്നറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതാണ് തെളിയിച്ചത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിക്കും നമുക്കറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ആ ശിവസേനയുടെ സഞ്ജയ് റോവത്ത് എന്ന് പറയുന്ന വളരെ പ്രമുഖനായ അവരുടെ സ്പോക്സ് പേഴ്സൺ, വളരെ പ്രമുഖനായ നേതാവ്, അദ്ദേഹം ശക്തമായി ഉന്നയിക്കുന്നു, ഈ വരാൻ പോകുന്ന ഇലക്ഷൻസിനും, അതായത് ഈ വരാൻ പോകുന്ന മഹാരാഷ്ട്ര ഇലക്ഷൻസിനും ശിവസേന, NCP, കോൺഗ്രസ് മുന്നണിയായ മഹാവികാസ് അഘാഡി MVA അലയൻസ് രാഹുൽ ഗാന്ധിയെ കൂടി മുഖമാക്കണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ മുഖമാക്കി നയിക്കണം. ഇത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആരെവിടെ ഇലക്ഷൻ നിന്നാലും നരേന്ദ്രമോദിയാണ് പ്രധാനം. അവരുടെ ഫോട്ടോ ചെറുതായിട്ടും, ഇലക്ഷൻ നിൽക്കുന്നവരുടെ ഫോട്ടോ ചെറുതായിട്ടും, നരേന്ദ്രമോദിയുടെ ഫോട്ടോ വലുതായിട്ടും. കാര്യം നരേന്ദ്രമോദി വലിയൊരു വോട്ട് ക്യാച്ചർ ആണെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും BJPയുടെ പാർട്ടിക്കാർ തിരിച്ചറിയുകയുണ്ടായി. അതേപോലെ ഒരു സ്റ്റേച്ചർ, വളർച്ച രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുകയാണ്. ആ രാഹുൽ ഗാന്ധിക്ക് 25 മുതൽ 30 സീറ്റ് വരെ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് സഞ്ജയ് റോവത്ത് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം പൊതുവെ പ്രസിഡൻഷ്യലാണ് നമ്മൾ ആലങ്കാരികമായി പറയാറ്. നമ്മൾ പ്രൈം മിനിസ്റ്റേറിയലാണെന്ന് പറയുമ്പോഴും 2 പേര് തമ്മിലുള്ള ഫൈറ്റ് ആയിട്ടാണ് പലപ്പോഴും നമ്മളിത് കാണുന്നത്. നരേന്ദ്രമോദി വേഴ്സസ് ഹൂവിന് നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന ഇക്വേഷൻ ശക്തമായി മാറി എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് റിപ്പബ്ലിക് TV പോലെ, അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV പോലെ ഉള്ളൊരു ചാനൽ, ശക്തമായ കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുക്കുന്ന, വാദ്ര കോൺഗ്രസ് എന്ന് മാത്രം കോൺഗ്രസിനെ വിളിക്കുന്ന ചാനൽ, പ്രശാന്ത് കിഷോറിനോട് ചോദിച്ച ചോദ്യത്തിൽ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാണോ എന്ന ചോദ്യമാണ്. രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും എന്ന പദം ആൾക്കാർ ചേർത്ത് വെച്ച് തുടങ്ങി എന്നുള്ളത് സത്യമാണ്. 2029 വരെ ഈ മൊമെന്റം നിൽക്കുമോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ? എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ദയവായി കമന്റ് ചെയ്യുക. രാഹുൽ ഗാന്ധി 2029 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും പ്രധാനമന്ത്രിയുമായി മാറുമോ? എന്തായാലും മാറ്റത്തിന്റെ സൂചനകൾ അങ്ങോട്ടാണ്. മൊമെന്റം വളരെ നേരത്തെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ 4-5 വർഷം അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ? ഇന്ത്യൻ ജനാധിപത്യം കാത്തിരിക്കും. നമസ്കാരം. ജയ് ഹിന്ദ്.